ഹായ് ഗായ്സ്, ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ? അപ്പം നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ? എല്ലാവരും ഇപ്പോൾ ഒരേ മോഡലല്ലേ ചെയ്യുന്നത്, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ? വെറൈറ്റി ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ഞാനാദ്യം A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ. ജസ്റ്റ് നമുക്കൊരു സ്റ്റാർ വരയ്ക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർ വരച്ചു കൊടുക്കാം. സ്റ്റാർ വരയ്ക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു സൈഡിൽ വരച്ചു കൊടുത്തു, പിന്നെ ഇപ്പുറത്തെ സൈഡ് വരച്ചു കൊടുത്തു, ഒരു ത്രികോണം വരച്ചെടുക്കുക. അങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്ന സ്റ്റാർ. ഇതുപോലെ ഒരു ത്രികോണം കൂടി വരച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാർ റെഡിയാവും. ദെൻ ഇപ്പുറത്ത് വരച്ചു കൊടുക്കുക. അത് തിരിച്ച് വേണം വരയ്ക്കാൻ. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. പലരും പല ടൈപ്പിലാണ് സ്റ്റാർ വരയ്ക്കുക. ഞാനിതാ ഇങ്ങനെ വരയ്ക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്, എൻ്റെ സ്വന്തം അളവുകളാണ് ഇതൊക്കെ. ഇതാ സ്റ്റാർ റെഡിയില്ലേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണും, അതെനിക്കറിയാം. പക്ഷേ അതിൻ്റെ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്താൻ എല്ലാവർക്കും ഒരു മടിയാണ്. എന്തിനാണ് നിങ്ങൾ മടി കാണിക്കുന്നത്? ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതിയില്ലേ. അതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് നേരമില്ല ഗൈസ്. പ്ലീസ് റിക്വസ്റ്റാണ്, എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സെയിം എൻ്റെ പരാതി, വീഡിയോ ആരും കാണുന്നില്ല. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ. നമുക്കിനി സ്റ്റാർ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാവും ഇങ്ങനത്തെ ഒരു സ്റ്റാർ മേക്കിംഗ് വീഡിയോ. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഗ്ലിറ്റർ ഷീറ്റ്സ് ഉണ്ടല്ലോ, അതിൽ നമുക്കൊരു സ്റ്റാർ വെട്ടിയെടുക്കാം. ഞാൻ ഈ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. അത് അതേ അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട് ഗൈസ്, സിമ്പിളായിട്ട് ഇങ്ങനെ വെട്ടി വരും. ക്രിസ്മസൊക്കെ അല്ല, ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കട്ടെ ഗൈസ്, റെഡ് തന്നെ വേണമെന്നില്ല. സ്റ്റാർ പല നിറത്തിലാണല്ലോ ക്രിസ്മസിനെ അലങ്കരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു പീസാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ സൈസിൽ ഉണ്ടാക്കാം. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ വെട്ടിയെടുത്തു. ഇനി ജസ്റ്റ് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ വൈറ്റ് പേപ്പർ നമ്മൾ വെട്ടി വെച്ച സ്റ്റാറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഗായ്സ്, ഇതിന് വൈറ്റ് പേപ്പർ വേണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഓൾറെഡി ഈ ഗ്ലിറ്റർ ഷീറ്റിൽ തന്നെ സ്റ്റാർ വെട്ടിയെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്നൊരു ഉറപ്പിന് വേണ്ടി വെട്ടിയതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ വൈറ്റ് പേപ്പറിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ വെട്ടുമ്പോൾ ഇനി വൈറ്റ് പേപ്പർ വേണം നിർബന്ധമില്ല ഗൈസ്. ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് മറ്റേ പീസും കൂടി ഒട്ടിച്ചു കൊടുക്കണം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലൊരു ട്വിസ്റ്റ് നിങ്ങൾ കണ്ടാൽ എന്തായാലും ഞെട്ടും. അത് ഒരു വെറൈറ്റി ട്വിസ്റ്റാണ് ഗൈസ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, യൂട്യൂബിൽ ഇത് ഇങ്ങനത്തെ ഒരു ഐഡിയ ആദ്യമായിട്ടാവുമെന്ന്. ഇനി നമുക്ക് അടുത്ത പീസ് ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ഇതുപോലെ കറക്റ്റ് പിടിച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അത് ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഏത് രീതിയിലാണ് ഒട്ടിക്കുന്നത് എന്ന്. കറക്റ്റ് ഏത് സൈഡാണ് ഇതുപോലെ ഉള്ളത് വെച്ച് രണ്ടും ഒരുപോലെ പിടിച്ച് ഒട്ടിക്കണം ഗൈസ്. നമ്മൾ വെട്ടിയത് ചിലപ്പോൾ പാളിപ്പോകും, അപ്പോൾ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം. ഇതേ രീതിയിലാണ് ഗമ്മ് തേക്കുന്നത്. ആ ഭാഗം ഉണ്ടല്ലോ,
അതിലാരും ഗമ്മ് തേക്കരുത്. ഒരു ഭാഗം നമ്മൾ വിടണം. ബാക്കി എല്ലാ സൈഡും നമ്മൾ ഗമ്മ് തേച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഒരു സൈഡ് നമ്മൾ തേക്കരുത്. ഓക്കെ, കണ്ടില്ലേ? അതുപോലെ ഒരു സൈഡ് വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും നമ്മൾ ഗമ്മ് തേച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലൊരു പണിയുണ്ട് ഗായ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് പോരും. ഇതാണ് പഞ്ഞി നിറക്കലാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. നമ്മൾ സ്ക്വിഷൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ഞി നിറച്ചെടുക്കാം. പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഇത് ഒട്ടിയതിന് ശേഷമാണ് നിങ്ങളിതിൽ പഞ്ഞി നിറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ ഫ്ലോപ്പാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ പഞ്ഞി നിറക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പഞ്ഞി നിറച്ച് ഒരു സ്പോഞ്ച് സ്ക്വിഷി ആയില്ലേ, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു നൂല് അല്ലെങ്കിൽ കയറ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തൂക്കിയിടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് വെറൈറ്റി സ്റ്റാർ മേക്കിംഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഫോം ഷീറ്റ് ഒട്ടിക്കാൻ പറ്റിയ നല്ല പശയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടില്ല ഗ്യാസ്. ജസ്റ്റ് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഒരു 3D ലുക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമ്മൾ അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം പഞ്ഞി നിറച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ, അത് മറക്കാതെ ചെയ്യണേ. ഓക്കെ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതാണ്, നിങ്ങൾക്ക് വലിയ സൈസിൽ ഉണ്ടാക്കാം. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.